ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മൈ സ്റ്റാറ്റസ് ആസ് എൻ അസാസിൻ ബിഗ് സിക്സ് ഹീറോസിൻ്റെ എപ്പിസോഡ് നമ്പർ 6 ആണ്. ഇതുപോലെയുള്ള ആനിമെ മാൻവ എക്സ്പ്ലനേഷനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യേണ്ടതാണ്. സോ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അക്കിര തളർന്നു വീഴുന്നത് കണ്ട് നൈറ്റ് അവിടേക്ക് വരും. ആരുടെയോ വോയിസ് പറയും അവന് കുഴപ്പമൊന്നുമില്ല, ഓരോ തവണ ഷാഡോ മാജിക് ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ലെവൽ കൂടും, അവന് ഹീലാവാൻ പറ്റും, അത് അക്കിരയെ ഹീലാക്കും. നൈറ്റ് ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കും. പിന്നീട് അക്കിര പെട്ടെന്ന് കണ്ടു തുറക്കും. നൈറ്റ്, എങ്ങനെയുണ്ട് മാസ്റ്റർ? നമ്മളിപ്പോൾ എവിടെയാ? ഇത് ക്രോയുടെ ഹൗസാണ്. അക്കിര, ഞാൻ എത്ര നേരമായി ഉറങ്ങുന്നു? ഒരു ദിവസവും 5 മണിക്കൂറും. നൈറ്റ്, ഞാൻ സർപ്രൈസാണ്, നിൻ്റെ മാന ഫുള്ളും ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ കരുതി നീ മരിക്കുമെന്ന്, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നിന്റെ ഷാഡോ മാജിക് മാനയെ റെപ്ലേനിഷ് ചെയ്തു. നൈറ്റ്, എന്താണ് ആ മാജിക്? എനിക്കത് അറിയില്ല. ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കേണ്ട സമയമില്ല, അതിനേക്കാൾ വലുത് ചെയ്യാനുണ്ട്. അക്കിര എന്നിട്ട് ക്രോയിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞു പോകുമ്പോൾ നീ എവിടേക്കാണ് പോകുന്നത്? അമേലിയെ രക്ഷിക്കാൻ. അവൾ എവിടെയാണെന്ന് നിനക്കറിയുമോ? ഇപ്പോൾ അത് നടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവർ ചിലപ്പോൾ ഡീമൺ റിലത്തിലുണ്ടാവും. ക്രോ, ശാന്തനാവും. അക്കിര ചൂട, ഞാൻ ശാന്തനാണ്. നിനക്കെങ്ങനെ ഒരു വെപ്പണും ഇല്ലാതെ ഡീമൺസിനോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും? അക്കിര, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ക്രോ, അതിവിടെയുണ്ട്. നോക്കുമ്പോൾ അത് 2 എണ്ണം ഉണ്ടാവും. ഇതെന്തിനാ? അയാൾ ഷോർട്ട് സോഡ്സാണ് അസാസിനേഷൻ ഉപയോഗിക്കുന്നത്. അവൻ നന്ദി. അപ്പോൾ ഒരു റിങ്ങും കൊടുക്കും. ഇത് സെക്കൻഡോ തേർഡോ ഹീറോ ക്രാഫ്റ്റ് ചെയ്തതാണ്. അതിൽ ഐ വിൽ ലീഡ് യു എവരിവെയർ എന്ന് എഴുതിയിട്ടുണ്ടാവും. ക്രോ, അപ്പോൾ നിനക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് എഴുതിയത് എൻ്റെ വേർഡ് ലാംഗ്വേജിലാണ്. അവൻ ഇത് നിനക്ക് ഡീമൺ റിലം കണ്ടുപിടിക്കാൻ സഹായിക്കും. അതിടുമ്പോൾ ഒരു ചുവപ്പ് പ്രകാശം വരുന്നുണ്ടാവും. അക്കിര ചെയ്തതിനെല്ലാം നന്ദി പറഞ്ഞ് ഡ്രസ്സ് ഇട്ട് അവിടെ നിന്ന് പോവും. നൈറ്റിൻ്റെ പുറത്ത് കയറിയായിരിക്കും പോവുക. പിന്നീട് ഒരു സ്ഥലത്ത് അമേലിയ പരിക്കേറ്റ് കിടക്കുന്നുണ്ടാവും. അവിടെ ഔറമും നടന്നു വരും. എനിക്ക് ഡീമൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് എൽസിലും ഹ്യൂമൻസിലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. നീ അത് പരിഹരിച്ചു. എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവൻ ഒരു ചെറിയ മോൺസ്റ്ററിനെ അവൾക്ക് നേരെ വിടും. അവൾ, എന്തിന്? അവൻ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ് എക്സൈറ്റ് ആവും. എന്നാൽ ഇനി ബോറടിക്കില്ല. അവൾ, നിങ്ങൾ എന്തിനാണ് ലിബർട്ടിൽ ചെയ്യുന്നത്? നീ കാണുന്നില്ലേ, ഡീമൺസിന് വേണ്ടത് സെക്കൻഡ് ഗ്രേഡോ അതിൽ നല്ലതോ ആയവർക്ക് ടെലിപ്പോർട്ടേഷൻ സർക്കിൾ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 3rd ഗ്രേഡാണ്, പക്ഷേ എൻ്റെ മാസ്റ്ററിന് അത് ചെയ്യാൻ പറ്റും. ഞാൻ ലീബർത്തിൽ കുറച്ച് മാജിക് യൂസ് ചെയ്യാനാണ് വന്നത്, പക്ഷേ എനിക്ക് തിരിച്ചു പോകാൻ ഒരു സർക്കിൾ വേണം. പക്ഷേ ഞാനിപ്പോൾ ഒരു ബോസ് വരാൻ കാത്തിരിക്കുകയാണ്. ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചോ, എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ റിവീൽ ചെയ്യാം. നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ചിരിക്കും. നീ പേടിക്കേണ്ട, നീ മരിക്കില്ല. എനിക്ക് നിന്നെ ഡീമൺ ലോഡിൻ്റെ മുമ്പിൽ ജീവനോടെ ആക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ട്രബിളിലാണ്. പിന്നീട് അക്കിര റേ നോക്കി വരും. അത് അണ്ടർ ഡൗണിലേക്ക് പോയും ചെയ്യും. ഒരു സംശയവും വേണ്ട, അവൾ ബീസ്റ്റ് ഫോക്കിൽ തന്നെയുണ്ട്. വേഗം വാ. അവർ പോകാൻ നിൽക്കുമ്പോൾ അക്കിര, ഒന്ന് നിൽക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവൾ വരും. അവൾ അമേലിയ ഉള്ളിടത്തേക്ക് എന്നെയും കൊണ്ടുപോകണം. അക്കിര അവളുടെ കഴുത്തിന് പൊന്തിച്ച്, അമേലിയ എവിടെയുണ്ടെന്ന് പറ. ആലോചിച്ച് മാത്രമേ മറുപടി പറയാവൂ. അവൾ, ഞാനെൻ്റെ സെൻ ട്രാക്കർ സ്കിൽ ഉപയോഗിക്കും. അവൾ ലീബ്രത്തിൻ്റെ എൻട്രൻസിൽ വെച്ച് മാഞ്ഞുപോയി. നൈറ്റ്, അതൊരു നല്ല സ്കില്ലാണ്. നീ ആരാണ് പറ. അവളെ താഴെ ഇടും. ഞാനാണ് ലിയ ലാഗൻ, ബീസ്റ്റ് ഫോക്കിലെ ഉർക്കിലെ ഫസ്റ്റ് പ്രിൻസസ്. എനിക്ക് ഡീമണിലൂടെ അമേലിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. ഞാൻ അവളെ വാൺ ചെയ്യാൻ പോവുകയായിരുന്നു. അക്കിര, നീ എന്താണ് എൻ്റെ അടുത്ത് വരാഞ്ഞത്? എനിക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. നീ നല്ല സോളിഡ് പ്രൂഫ് കണ്ടാലേ വിശ്വസിക്കൂ എന്നതിൽ. അതിനാൽ ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, പക്ഷേ അതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പോയി. അവൻ, എനിക്കത് ഉപയോഗിക്കാൻ ആഗ്രഹമൊന്നുമില്ല, പക്ഷേ യൂസ് ചെയ്താൽ പറ്റുമെന്ന് പറഞ്ഞ് വേൾഡ് ഐ ഉപയോഗിക്കും. നിന്റെ സ്പിരിറ്റ് ബാരിയർ സ്കിൽ എവിടെ? അവൾ ഷോക്കായി. നിനക്കെങ്ങനെ അതിനെക്കുറിച്ച് അറിയാം? ഉത്തരം പറ. റെഗുലർ ബാരിയർ മാത്രമേ, ഒരു ബ്ലേസ് ലൊക്കേഷൻ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റൂ, പക്ഷേ സ്പിരിറ്റ് ബാരിയർ നീങ്ങുന്ന വസ്തുക്കളെ യൂസ് ചെയ്യാൻ പറ്റും. നിനക്കത് മനുഷ്യരിലും യൂസ് ചെയ്യാൻ പറ്റുമോ? അതെ. ഡീമൺ ലോഡ് അമേലിയെ തട്ടിക്കൊണ്ടുപോകുന്ന റീസറക്ഷൻ മാജിക് കൊണ്ടാണ്. അക്കിര എന്നിട്ട് നൈറ്റിൻ്റെ പുറത്ത് കയറി അവളോടും കയറാൻ പറയും. നൈറ്റ്, അവളെ വിശ്വസിക്കാനാവുമോ? അവളുടെ സ്കിൽ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും. അവിടെ നിന്ന് കട്ട് ചെയ്ത് അമേലിയ, ഡീമൺ ലോഡ് എൻ്റെ റീസറക്ഷൻ മാജിക് ആണല്ലേ വേണ്ടത്. അത് നിങ്ങളുടെ ലൈഫ് സ്പാൻ കൂട്ടി മരണമില്ലാത്തവരാക്കാൻ. ഇപ്പോൾ തന്നെ നിങ്ങൾ നല്ല പവർഫുൾ ആണ്, അത് എനിക്കറിയില്ല. അത് മരിച്ച് ഒരുപാട് കഴിഞ്ഞ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. നിനക്കത് യൂസ് ചെയ്യാൻ കുറച്ച് ദിവസം വേണം, അതുകൊണ്ട് അത് അത്ര യൂസ്ഫുൾ ഒന്നുമല്ല. നീ ആ അസാസിയേഷൻ മരിച്ചാൽ അവനെയും തിരിച്ചു കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ചിരിക്കും. അമേലിയുടെ ദേഹത്തുള്ള മുറിവൊക്കെ പോയിട്ടുണ്ടാവും. എനിക്ക് അവൻ മരിക്കുന്നത് കാണാൻ കൊതിയാവുന്നു. അവൻ കുറേ നേരം അവളെ വെറുപ്പിക്കും. അമേലിക്ക് ഇത് കേട്ട് ദേഷ്യം വരും. പിന്നീട് നൈറ്റിൻ്റെ പുറത്ത് കയറി അമേലിയ തപ്പുന്ന അക്കിരയെയും മറ്റവളെയും കാണിക്കും. നീ എന്തിനാ ഇത് തിരിച്ചു പോയെന്ന് അക്കിര ചോദിക്കും. എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് ഡാർക്ക് സ്ലൈം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ റോയൽ ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ആയതാണ്, പക്ഷേ ഞാൻ ചെറുതിൽ വില്ലേജിലായിരുന്നു. ഒരു ദിവസം ആ ഡാർക്ക് സ്ലൈം
ടൗണിൽ വന്നു. ആ മോൺസ്റ്റർ എൻ്റെ വില്ലേജിലുള്ള എല്ലാവരെയും കൺസ്യൂം ചെയ്തു, എൻ്റെ അച്ഛനെയും അമ്മയെയും അനിയത്തിനെയും. അത് റിലീസാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. അക്കീര ഇത് തന്നെയാണ് അത് എന്ന് തോന്നുന്നു. റോയൽ ഫാമിലി എന്നെ അഡോപ്റ്റ് ചെയ്തത് എന്നിൽ സ്കില്ല് പ്രൊട്ടക്റ്റായി യൂസ് ചെയ്യാനാണ്. അവരെന്നെ പ്രിൻസസ് ആക്കി. ബീസ്റ്റ് ഫോക്കിലെ പകുതിയിലേറെ പേരെ കാണാതായിരുന്നു. അവരെ സമ്മണിങ് റിച്വലിൻ്റെ ഒരു പാർട്ടാക്കി. എൻ്റെ ഫാമിലിയും ജനങ്ങളും ഹീറോനെ സമൺ ചെയ്തു വേണ്ടിയാണ് സാക്രിഫൈസ് ആയത്. എനിക്ക് അവരെന്ത് വില കൊടുത്തും തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് സമൺ ചെയ്ത് കൊണ്ട് ഡീമൺസിനെ സോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നൈറ്റ് അത് ഡീമൺസ് അറ്റംപ്റ്റ് ചെയ്തത് കുറേയായി. അവർ മറ്റു റേസസിനെ അവരുടെ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എന്ത് എന്ന് അക്കിര ചോദിക്കുമ്പോഴായിരിക്കും അവർ ലീബർട്ടിലെ റൂട്ടിലെ എൻട്രൻസിലെത്തുന്നത്. അവർ അതിൻ്റെ അകത്ത് കയറും. അക്കിര ഷാഡോ മാജിക് വെച്ച് എല്ലാം ശരിയാക്കാം. നൈറ്റ് അത് വേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണ്. അക്കിര മറ്റെന്ത് വഴിയുണ്ട്? നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ മൊമെൻറ്റ്സും അമേലിയുടെ ലൈഫ് റിസ്കിലേക്കാണായിരിക്കും പോവുക. നൈറ്റ് ഞാൻ എൻ്റെ ഡീമൺ ഫോമിലേക്ക് പോയി കണ്ടുപിടിക്കാം. പക്ഷേ ആ ഫോമിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് പോവും. ഞാൻ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം. എനിക്ക് ആ ഫോമിന് വിശ്വാസമില്ല. അക്കിര, നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഓക്കെ ആയിരിക്കും. നീയാണ് എൻ്റെ ആകെയുള്ള പ്രതീക്ഷ. നൈറ്റ് എന്നിട്ട് നേരത്തെ കണ്ട ഫോമിലേക്ക് മാറും. അവർ അതിൻ്റെ പുറത്ത് കയറി പോകും. മുമ്പിലുള്ള മോൺസ്റ്റേഴ്സിനെയൊക്കെ ഫയർ വെച്ച് അറ്റാക്ക് ചെയ്ത് കൊല്ലും. അക്കിര ലീയോട് പിടിച്ചു നിൽക്കാൻ പറയും, അല്ലെങ്കിൽ വീഴും. അക്കിര നൈറ്റിനോട് നിനക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവസാനം അക്കിര നൈറ്റിനെ കൺട്രോൾ ചെയ്യും. എന്തിനാണ് പീപ്പിൾസ് ഡീമൺസിനെ വെറുക്കുന്നത്? കാരണം ഫസ്റ്റ് ഡീമൺ ലോഡ് മറ്റുള്ള റേസസിനെ ആക്രമിച്ചു. ഡീമൺ ലോഡ് ആണ് ഈവലിൻ്റെ പേര്. അവനെ നമ്മുടെ ഹീറോ ഡിഫീറ്റ് ചെയ്തു. പിന്നീട് അതൊരു ട്രാജഡിയായി മാറി. കുറച്ച് ജനറേഷൻ കഴിഞ്ഞപ്പോൾ അപ്പോഴത്തെ ഡീമൺ ലോഡിൻ്റെ വൈഫ് മരിച്ചു. അത് ഹീറോ ചെയ്തതല്ല, പക്ഷേ ചില മണ്ടന്മാർ അവരെ ഒരു പേര് വിളിച്ചു തുടങ്ങി. അവൻ ഉറങ്ങുന്ന ക്വീനിനെ കൊന്നു. ഞാൻ കേട്ടത് ഡീമൺ ലോഡിൻ്റെ സോൾ ജെൻറ്റിലാണെന്നാണ്. അവൻ്റെ ഫാമിലിയെയും ജനങ്ങളെയും ഇഷ്ടമാണ്. അക്കിര പിന്നെ എന്താണ് നടക്കുന്നത്? പക്ഷേ കറണ്ട് ഡീമൺ ലോഡ് അമേലിയയെ ഓർഡർ ചെയ്തിരിക്കുന്നു. അതിനുള്ള വില കൊടുക്കണം. എനിക്ക് നിന്നെ ഓർമ്മിപ്പിക്കാനുണ്ട്, എല്ലാ ഡീമൺസും സെയിം അല്ല. മറ്റു റേസസിനോട് ക്രൂവലായി പെരുമാറുന്നവരുമുണ്ട്. അക്കിര എന്നിട്ട് അവന് നേരെ വന്ന ഒരു മോൺസ്റ്ററിനെ കൊല്ലും. അവർ എന്നിട്ട് അമേലിയുള്ള സ്ഥലത്തേക്ക് എത്തും. അക്കിര അമേലിയ എന്ന് വിളിച്ച് ചാടും. ഞാൻ അവളെ രക്ഷിക്കാനാണ് ഇവിടെ വന്നത്. ഔറം ഇത് കണ്ട് ചിരിക്കും. അക്കിര ലിയയോട് ഒരു ബാരിയർ ഉണ്ടാക്കാൻ പറയും. അവൾ ശരിയെന്ന് പറഞ്ഞ് അമേലിയുടെ ദേഹത്ത് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. നീ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ വന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഡീമൺ ലോഡിൻ്റെ റൈറ്റ് ഹാൻഡ് നിൻ്റെ സൈഡിൽ ആണോ? നൈറ്റ് എന്നിട്ട് പഴയ പോലെയാവും, പക്ഷെ ക്ഷീണിച്ച് താഴെ വീഴും. അക്കിര, ഇനിയുള്ളത് ഞാൻ നോക്കിക്കോളാം. ഞാൻ നിന്നെ ഇവിടുന്ന് ജീവനോടെ പുറത്തു വിടില്ല. ഇത് എൻ്റെ തീരുമാനമാണ്. ഔറം, നീ എടുത്തതൊരു വൃത്തികെട്ട ഡിസിഷനാണ്. ഔറം ഒരു വെപ്പണും എടുക്കും. നൈറ്റ്, നീ ഡീമൺ ലോഡിൻ്റെ ഓർഡർ അല്ലേ ഫോളോ ചെയ്യുന്നത്? ഡീമൺ ലോഡ് അക്കിരയോട് കാസ്റ്റിൽ വരാൻ പറഞ്ഞിരുന്നു. ശരിക്കും? പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത്. 11 പ്രിൻസസിനെ കൊണ്ടുപോവാ, അതിന് തടസ്സമായി നിൽക്കുന്ന അസാസിനെ കൊല്ലണമെന്നാണ്. നൈറ്റ് അത് കേട്ട് ഷോക്കായി. അങ്ങനെ ഒരിക്കലും നടക്കില്ല. ഔറും ഡീമൺ ലോഡിന് അവൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്തു. അക്കിര ഒരു തവണ അറ്റാക്ക് ചെയ്യുമെങ്കിലും ഔറം അത് സിമ്പിളായി തടഞ്ഞ് അവൻ്റെ വെപ്പൺ എടുത്ത് അക്കിരയുടെ വയറ്റിന് കുത്തും. പക്ഷേ അക്കിര അത് കാര്യമാക്കാതെ അവനെ പിന്നെയും അറ്റാക്ക് ചെയ്യുമെങ്കിലും ഒരൊറ്റ അറ്റാക്കും അവളുടെ അവൻ്റെ ദേഹത്ത് കൊള്ളില്ല. അവൻ അക്കിരയുടെ കയ്യിലും കാലിലും മുറിവേൽപ്പിക്കും. ലിയ, ഇതെങ്ങനെ? ഞാൻ അക്കിരയുടെ ദേഹത്ത് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഡീമൺസിൻ്റെ സ്പിയേഴ്സിന് നല്ല മാനയുണ്ട്, അതുകൊണ്ട് നിൻ്റെ ബാരിയർ ഇവിടെ വർക്ക് ചെയ്യില്ല എന്ന് നൈറ്റ് പറയും. അവർ, നീ ഒരു ഹ്യൂമൻ ആയിരുന്നിട്ട് കൂടി നിൻ്റെ അറ്റാക്ക് ഇംപ്രസീവാണ്. ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായി. അക്കിര, ഞാനും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് ഷാഡോ മാജിക് ഉപയോഗിക്കുമ്പോൾ ഷാഡോയിൽ നിന്ന് കുറേ ബീസ്റ്റ് വന്ന് ക്രിയേറ്റ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യും. അവൻ ഇതെങ്ങനെ? ഒരു മോൺസ്റ്റർ അവൻ്റെ കാലിൽ കടിക്കും. അവൻ ഓരോരുത്തരെയും ഇല്ലാതാക്കുമ്പോൾ അക്കിര വന്ന് അവനെ കുത്തും. നൈറ്റ്, അക്കിര ഇപ്പോൾ ഒരു 3rd ഗ്രേഡ് ഡീമണിയാണ് ഇല്ലാതാക്കിയത്. പെട്ടെന്നായിരിക്കും അവൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഫ്ലൂട്ട് എടുത്ത് ഊതുക. അക്കിര അത് കേട്ട് ഷോക്കാവും. നോക്കുമ്പോൾ കുറച്ച് ഡീമൺസിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരും. അവൻ ബൈ ബൈ എന്ന് പറയും. എനിക്ക് ഇപ്പോൾ ഷാഡോ മാജിക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെ അതിഥ്യങ്ങളെയെല്ലാം ഡിഫീറ്റ് ചെയ്യും. അപ്പോഴായിരിക്കും ലീ അക്കിരയുടെ ചുറ്റും ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ അവൾ തളർന്ന് താഴെ വീഴും. മോൺസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് അതു കാരണമുള്ളതിനാൽ അക്കിരയുടെ ദേഹത്ത് കൊള്ളില്ല. പെട്ടെന്ന് ആ മോൺസ്റ്ററിൻ്റെ തലയൊക്കെ മുറിഞ്ഞ് താഴെ വീഴും. അമേലി അക്കിരയുടെ അടുത്തേക്ക് വരും. അവരും ഇത് എത്ര പെട്ടെന്ന് കഴിഞ്ഞു? എനിക്ക് കുറച്ചുകൂടി ഫൺ വേണമായിരുന്നു. അക്കിര അവൻ്റെ കഴുത്തിൽ വാൾ വെച്ച് സറണ്ടർ ആവാൻ പറയും.
നിനക്കറിയില്ലേ, ഡീമൺസ് ഒരിക്കലും സറണ്ടർ ആവില്ല, വേഗം കൊല്ല് അല്ലെങ്കിൽ ഞാൻ റിക്കവർ ആവും. അക്കിര ചിന്തിക്കും, ഈ ഡീമൺസും ഹ്യൂമൻസിനെ പോലെ തന്നെയുണ്ട്, എനിക്കിവനെ കൊല്ലാൻ സാധിക്കില്ല. കമാൻഡർ സാരൻ ഉണ്ടായിരുന്നെങ്കിൽ അത് സാരമില്ലെന്ന് പറഞ്ഞേനെ. പെട്ടെന്ന് ആരുടെയോ ശബ്ദം കേൾക്കും. അവിടെയുള്ളൊരു ടെലിപ്പോർട്ടേഷൻ ഗേറ്റ് തുറന്ന് അതിൽ നിന്ന് ഒരാൾ വരും. അവൻ നീ വരാൻ വെയിറ്റ് ആയിപ്പോയി മഹീറ്റോ. അമേല ഷോക്കായി. ഒരു സെക്കൻഡ് റാങ്ക് ഡീമൺ, അവൻ എന്തൊക്കെയുണ്ട് അഖിര, എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതിന് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.